ഉപ്പിലിടാനായിട്ട് പോവുകയാണേ. അതിന് ഞാൻ പിന്നെ അരിയാവുണ്ട്. ഞാൻ വട്ടത്തിന് നാരങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ട സാധനങ്ങൾ പാലുമുളക് എന്ന് പറയും, കാന്താരിയാണ് പച്ച. ഇത് പാലുമുളക് എന്നാണ് ഇതിന് പറയുന്നത്, കാന്താരിയാണ്. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, കായം, പിന്നെ കറിവേപ്പില, ഇത്രയാണ് ഇതിന് ചേർക്കാനായിട്ട്. ഇത് ഞാൻ ഇന്ന് മുളകിനെല്ലാം അരിഞ്ഞിട്ടിട്ട് എല്ലാം ഇട്ട് പുരട്ടി വയ്ക്കും. നാളെ ഇത് അച്ചാറിടണം. നാളെ കടുവറുത്ത് ഉലുവയും കടുവും, മുളക് ചേർക്കില്ല, മുളക് പൊടി ചേർക്കില്ല, ഉലുവയും കടുവും മഞ്ഞൾപ്പൊടി കായവും ഉപ്പും ഒന്ന് ചേർക്കും. കടുവും ഉലുവയൊക്കെ നാളെ കടു താളിക്കുമ്പോൾ നല്ലെണ്ണയിലാണ് ഇത് വയ്ക്കുന്നത്. നല്ലെണ്ണയിൽ വഴറ്റി ഇതും ചേർത്ത് നാരമ്മ കുപ്പിയിലടച്ച് വയ്ക്കും. ഇതാണ് പച്ച ഉപ്പിലിടെന്ന് പറയും. നമ്മൾ പച്ചമുളക് കൊണ്ട് അച്ചാറിനാണ്, കാന്താരിയാണ്. എന്നിട്ട് ഒരു കുടം വെളുത്തുള്ളി എണ്ണയിലിട്ട് വഴറ്റിയെടുക്കും. അത് ഇന്നിടൂല. ഇന്നിപ്പോൾ ഇതെല്ലാം കൂടി എടുത്ത് ഇതിൽ പുരട്ടി വയ്ക്കും. ഞാൻ ഇതിനെ ചെറുതായിട്ട് അരിയും. ഞങ്ങൾ ഉണക്കണമെങ്കിൽ ഇങ്ങനെ വെച്ച് നമ്മൾ മുളക് പൊടിയെല്ലാം, കായപ്പൊടി, മുളക് പൊടി, ഉപ്പ് എല്ലാം ചേർത്തിട്ട് പുരട്ടി വെള്ളത്ത് വെച്ച് ഉണക്കി വയ്ക്കും. ഇത് ഉണക്കാനല്ല, ഞാൻ കറി വയ്ക്കാനാണ് എടുക്കുന്നത്. എല്ലാവരും കണ്ടോ? അപ്പോൾ ഇങ്ങനത്തെ നാരങ്ങ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ വെക്കണം. നമ്മൾ അച്ചാറിടുമ്പം പച്ച ഉപ്പിലിട്ട് വയ്ക്കാം. അതൊക്കെ നമുക്ക് കൂട്ടാമല്ലോ, മാറ്റി വയ്ക്കാം.